ഇത്രയും നീണ്ട കാലത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഈ ഒരു സക്സസിന് ഒരു ഭാഗമാവാൻ പറ്റി, എനിക്കും ഇതിന് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷമാണ്. സീതയ്ക്കും ഡാനി ചേച്ചിക്കും പിന്നെ പ്രണവ് ഹോസ്പിറ്റലിനും പിന്നെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. പന്തോടിയെ അറിയുന്ന ആൾക്കാരാണ്. സത്യ ചിന്തനായിട്ടുള്ള ആളാണ് ശ്രീകേട്ടൻ. അപ്പം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരാൾ തൻ്റെ സ്വപ്നത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. അത് എല്ലാ വിജയത്തിലും പങ്കുചേരാൻ സന്തോഷത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. പ്രണവത്തിന് എല്ലാവിധ ആശംസകളും. പ്രണവം നേരത്തെ നമ്മുടെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വരും ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതിൽ പ്രണവത്തിന് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് വിളിച്ചത് കഴിയുമ്പോൾ ഞാൻ അത്രയും വീണ്ടും ഒരു കൊല്ലം എനിക്ക് ഓടാനുള്ള എനർജി തരുന്ന ഒരു സ്ഥലമാണ് പ്രണവം. അതുകൊണ്ട് തന്നെ എനിക്ക് ഹൃദയത്തിൽ നിന്ന് ഞങ്ങളാരും ഇവിടെ ബാക്കി ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ നിന്ന് പറയാനുള്ള എൻ്റെ വാക്കുകൾ ഇത് തന്നെയാണ്. ശ്രീധര, നിങ്ങളുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇവിടത്തെയുള്ള നാട്ടുകാരറിയാൻ, ഇനി ലോകം മുഴുവൻ അറിയട്ടെ ഈ പ്രണവത്തിലൂടെ. സന്തോഷം, സന്തോഷം, സന്തോഷം. നല്ല അടിപൊളി സിനിമയാണ് കേട്ടാ. ഞാൻ ചെറിയ വേഷമാണ്, അവരൊക്കെയാണ് നായകന്മാർ. എന്നാലും അത്യാവശ്യം നല്ല കോമഡി സീനിൽ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ആ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓണസദ്യയായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. കാണാതിരിക്കും, ഫാമിലിയായിട്ട് എല്ലാവരും പോകണോണ്ടാ. പോയിട്ട് സിനിമ കൊണ്ടുപോയി കൊണ്ടുവന്ന് പറഞ്ഞോളാം. നല്ല നല്ലതെന്ന് പറയാം. താങ്ക് യു. താങ്ക് യു. ഹോസ്പിറ്റലിലെ ഇൻവിറ്റേഷൻ ഒരു ഭാഗമാകുമ്പോഴത്തേക്ക് ഒരുപാട് ബ്ലെസ്ഡ് ആണ്. അതും ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് പേരുടെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. ആയുർവേദത്തിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാനൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ശരിക്കും ഡോക്ടേഴ്സ് നമ്മൾ എങ്ങനെ കാണേണ്ടവരാണെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയത്. അപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെ പ്രസൻസ് തന്നെ ഭയങ്കര വയ്യാതിരിക്കുന്ന അച്ഛൻ ഭയങ്കര ആക്റ്റീവ് ആക്കുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിന് ഇൻസ്പയർഡ് ആയിട്ട് ഇന്ന് എൻ്റെ ബ്രദറും ഒരു ഡോക്ടറാണ്. സോ ഒരുപാട് പേരുടെ ട്രസ്റ്റും ഹോപ്പും ആവട്ടെ പ്രണവ് ആയുർവേദിക് ഹോസ്പിറ്റൽ. സിൻസിയർ വിഷ് എവരിവൺ. താങ്ക് യു.